പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളൊന്ന് ഗൂഗിൾ എടുക്കുക. സ്വർണ്ണക്കടത്ത് മുസ്ലിം ലീഗ് നടിക്കുക. മുസ്ലിം ലീഗ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും പിടിച്ച നിരങ്ങനെ കാണാം. എടുക്കുക, അടിക്ക്. ലീഗിന്റെ പ്രവർത്തകൻ അറസ്റ്റിൽ, മാതൃഭൂമി ലീഗ് നേതാവിന്റെ മകൻ അറസ്റ്റിൽ, മുസ്ലിം ലീഗ് നേതാവിന്റെ സ്വർണ്ണക്കടത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസലടശ്ശേരി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസലടശ്ശേരി സ്വർണ്ണം കടത്തി കൊച്ചിയിൽ പിടിച്ചില്ലേ? ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസലടശ്ശേരി പിടിച്ചില്ലേ? നിങ്ങൾ CPM പേര് പറ. ഒരാളെ പേര് പറ. ആര് പിടിച്ചു? കള്ളം പറയാൻ നാണക്കേടില്ലേ? ഷാക്കിറെ, കേന്ദ്ര ഏജൻസികളെല്ലാം പരിശ്രമിച്ചിട്ടും നിങ്ങൾ പറഞ്ഞ അഫ്സൽ പറഞ്ഞ ഒരു കേസ് അതാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ തിരുനാവായ ഡിവിഷണൽ പ്രതിനിധി ഫൈസൽ എടശ്ശേരിയെ കൊച്ചി എയർപോർട്ടിൽ സ്വർണം അനധികൃതമായി കടത്തിയതിന് പിടിച്ചു. ആ സ്വർണ്ണം അവിടെ വാങ്ങി വെച്ചു. ആ സ്വർണ്ണം ഇപ്പോഴും അവിടെയാ. അതിന്റെ നമ്പർ വേണോ? നിയമസഭയിൽ പറഞ്ഞതിന് തെളിവ് വേണോ? ഇനി അടുത്തൊരു കാര്യം. ഇപ്പൊ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്വർണം കടത്തിയെന്ന് പറഞ്ഞു. നാണമില്ലേ ഇങ്ങനെ കള്ളം പറയാൻ? നിങ്ങൾ എന്തൊക്കെയാ പ്രതികരണം പറഞ്ഞു, എന്തൊക്കെയാ പ്രചരിപ്പിച്ചു? ഈത്തപ്പഴത്തിന് കുരുവിൽ സ്വർണം കടത്തിയെന്ന് പറഞ്ഞു. ഖുർആനിൽ സ്വർണം കടത്തിയെന്ന് പറഞ്ഞു. മതവികാരം വ്രണപ്പെടുത്തിയില്ല. ഖുർആൻ സ്വർണം കടത്തിയെന്ന് പറഞ്ഞു മുസ്ലിം ലീഗുകാര്. 12ഓളം വരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ പോയിട്ട് CPM ഒരു വാർഡ് മെമ്പറെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതാണ് CPIM, അതാണ് ഇടതുപക്ഷം.